നോക്കിയാൽ മച്ചന്മാരെ, പയ്യൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ അമ്മ അവന് ചേർത്ത് പിടിച്ച് ചവിട്ടാണ് കേട്ടോ. നമുക്കൊരു താങ്ക്സ് ഒക്കെ തന്നിട്ടാണ് പോയത്. ഒരു ചെറിയ പിള്ളേർക്കായ പോലും അവർ ഹെൽമെറ്റ് വെക്കാണ്ട് അവർ സൈക്കിൾ ഓടിക്കില്ല കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ ചെറുപ്പം മുതലേ അവരെ പഠിപ്പിക്കും. അവൻ ഇങ്ങോട്ട് വണ്ടി എടുത്തോട്ട് വരാതിരിക്കാനായിട്ട്. അത് കാരണം നമ്മളും പതുക്കെ ഓടിക്കണം. അവർ പൊക്കോട്ടില്ലാന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത ഡെലിവറി അടുത്ത വീട്ടിൽ കാണുന്ന വെള്ള കളർ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് എന്തായാലും അവർ പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ലല്ലോ, ധൃതിയില്ല. കണ്ടോ നോക്കി. ഓ, അവർ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. പേരെന്താണാവോ? ജോണിൻ്റെ പാസ് കൊടുക്കാം. ജോൺ ഓക്കെ മച്ചാ പറയും. പാഴ്സൽ പുറകിലാണ്, അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തിട്ട് വരാം എന്തായാലും. മച്ചാന്മാരെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ലോഡിങ് കഴിഞ്ഞു. നമുക്ക് ഏകദേശം 67 സ്റ്റോപ്സ് ഉണ്ട്. ഇത് മൊത്തം 67 സ്റ്റോപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡെലിവറി നോക്കാം എത്ര കിലോമീറ്റർ ആണെന്നുള്ളത്. ഫസ്റ്റ് ഡെലിവറി ഏകദേശം 26 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ പഴയ വണ്ടി അപ്പോൾ തിരിച്ച് കിട്ടി. കംപ്ലൈൻ്റ് ഒക്കെ തീർന്ന വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ചെറിയ ബ്ലോക്കാണ് റോഡിൽ. ഇവിടെ ആൾക്കാർ നമുക്കിങ്ങനെ എക്സിറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു 75% പേര് നമുക്ക് വഴി തരും കേട്ടോ. അതുകൂടാണ്ട് നമുക്കൊരു വലിയ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അവർ വഴി തരും കേട്ടോ. പിന്നെ പെഡസ്ട്രേഷൻ ക്രോസിങ്ങിലൊന്നും പറയുക പോലും വേണ്ട. വണ്ടി ഉറപ്പായിട്ടും ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിർത്തി തരും കേട്ടോ. ബാക്കിലൊരു ബൈക്കുകാരനുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ഞാൻ ഈ ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് അകത്തേക്കാണ്. എടുക്കുവാണെന്നോ കാർ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒതുക്കേണ്ടി വരും. നോക്കാം. പക്ഷേ വരെ അപ്പോൾ നമ്മൾ ട്രാഫിക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂടാണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തോ ബഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിച്ച കിലോമീറ്റർ ഏകദേശം 26 ആയിരുന്നല്ലോ, അത് മാറി നമുക്ക് ഏകദേശം 13 കിലോമീറ്റർ ഡെലിവറി കിട്ടി. അപ്പോൾ അവർ ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഡെലിവറി ഇനി ഏകദേശം 2 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ. ചെറിയ മഴക്കാറ് പോലെ ഉണ്ട്, പെയ്തിട്ടില്ല. എന്നാലും രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് 2 ദിവസമായിട്ട് മഴയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
50 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട റോഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകണം. നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അടുത്ത റൗണ്ട് അബൌട്ടിൽ നിന്ന് ഫസ്റ്റ് എക്സിറ്റ് ആണ് നമുക്ക്. അപ്പോൾ എന്തായാലും അപ്പാർട്ട്മെൻറ്റ് കിട്ടായിരുന്നെങ്കിൽ തന്നെ നമുക്ക് പകുതി പെട്ടെന്ന് തീർക്കാം. നമ്മൾ ഓൾമോസ്റ്റ് വന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തോന്നുന്നു എന്തായാലും വീടായിരിക്കും തോന്നുന്നു. നമ്മൾ ആ ബഗ് നമുക്ക് ഫസ്റ്റ് ഡെലിവറി കാണിച്ച സി എന്നായിരുന്നു, സിയുടെ കാറ്റഗറി ആയിരുന്നു. ചിലർക്ക് ഡി കാണിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു നമ്മളുടെ. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് 26 കിലോമീറ്ററിൽ പോയി ഡെലിവറി കൊടുത്തിട്ട് വീണ്ടും ഈ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം വീണ്ടും നഷ്ടമായി. അപ്പോൾ എന്തായാലും സപ്പോർട്ടിൽ തന്നെ മെസ്സേജ് വന്നു നമുക്ക് അതൊരു ബഗ്ഗുണ്ട്, ഇങ്ങനെ നമ്മളത് സ്കിപ്പാക്കിയിട്ട് അടുത്ത ഡെലിവറി ചെയ്യാം. നമുക്ക് അങ്ങനെ 4 ഡെലിവറി ചെയ്യാം അങ്ങനെ സ്കിപ്പാക്കിയിട്ട്. അതിനൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ നമ്മളെന്തായാലും അത് പറഞ്ഞ കാരണം നമ്മൾ അറിഞ്ഞു. അടുത്ത് തന്നെയാണ് നമ്മുടെ ഡെലിവറി. 100 മീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ. അടുത്ത ആൾക്കാർ ഇതേയും അവിടെ ഒരു കുട്ടിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്ക് വേണേ സ്കൂൾ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അമ്മമാർ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു തോന്നുന്നു, എല്ലാവരും നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഹായ് ഹായ് എന്ന് പറയും. അറിയാവുന്ന ഒരാളാണ്, നേരത്തെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ ഒരു ഹായിൽ പറഞ്ഞു ഒതുക്കും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അറിയാത്തൊരാണെങ്കിൽ അവർ ഹായ് ഹായ് എന്ന് പറയും നമ്മളടുത്ത്. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രതീക്ഷിക്കണം. അടുത്ത് നമ്മുടെ ഇതാണ് നമ്പർ 37 ഹൗസ് നമ്പർ. നമ്മുടെ ബഗ് ഇതുവരെ മാറിയിട്ടില്ല. നമ്മളപ്പോൾ നെക്സ്റ്റ് നോക്കി ഡെലിവറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോണി ഓക്കെ, അത്യാവശ്യം ഒരു വലിയ പാക്കറ്റാണ് കേട്ടോ. എനിക്ക് ആരൊക്കെയോ 2-3 പ്രാവശ്യം മറ്റേ കൊണ്ടുപോയിട്ട് ഈ പാഴ്സൽ കൊടുക്കാണ്ട് നമ്മൾ തിരിച്ചു വന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ അങ്ങനെ ഒരു 3 ഡെലിവറി കൊടുത്തു. ഇനി നമുക്ക് ഏകദേശം 3.7 കിലോമീറ്റർ ദൂരത്ത് അടുത്ത ഡെലിവറി. കുറച്ചധികം സമയം എടുക്കും. നല്ല റൂട്ടാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ, ഉറപ്പായിട്ട്. മച്ചാന്മാരെ നമുക്ക് 2 അബദ്ധം പറ്റി. ഒന്ന്, ഒരു റൗണ്ട് അബൌട്ടിൽ നമ്മൾ ടേൺ എടുത്തപ്പോൾ പുറകിലുള്ള വണ്ടി കണ്ടില്ല. ഇതിപ്പോൾ നമ്മളൊരു ഇവിടെ ഈ ഏരിയയിലോട്ട് വരാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറ്റാൻ പാടില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാതെ കാരണം നമ്മൾ കയറ്റി. കാരണം ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 8-10 ഡെലിവറികളുണ്ടായിരുന്നു. നമ്മൾ വണ്ടി പാർക്കിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്താണ്. ഇപ്പം നമ്മൾ പോണ കാണാമല്ലോ വഴി. ഈ വഴിയുടെ ഏറ്റവും അറ്റത്ത ഡെലിവറി ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കയറ്റിയിട്ടുണ്ട് വണ്ടി. പക്ഷെ അപ്പോഴൊക്കെ രാത്രിയായിരുന്നു. ആൾക്കാർ വയലൻ്റ് ആയില്ല, എങ്കിലും ആൾക്കാർ നോട്ടം കണ്ട് അറിയാം അവർക്ക് ദേഷ്യമാണ് നമ്മുടെ അടുത്തുനിന്നുള്ളത്. ഇത് കാൽനടക്കാർക്കും സൈക്കിളുകാർക്കും ഒക്കെയുള്ള റോഡാണ്. എപ്പോഴാണ് പിള്ളേരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത് ഒരു പിടുത്തം ഉണ്ടാവില്ല. നമ്മളത് കാരണം ഒരു 5-10 സ്പീഡിലാണ് പോകണം കേട്ടോ. ഇതാ കാണുന്ന പാർക്കിങ്. അവിടുന്ന് നമ്മൾ ഇവിടെ വരെ നടന്നില്ല ഡെലിവറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു മണിക്കൂറോളം സിമ്പിളായിട്ട് പോകും. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം എന്തായാലും ഇല്ല അത്രയും കളയാനുള്ള. വണ്ടികൾ വേറെ വരുന്നുണ്ട്, UPSൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്തോട്ടൊരു വഴിയുണ്ട്, അവിടെ കൂടെ വരാൻ പറ്റും. നമ്മൾ എന്തായാലും ഇങ്ങനെ ആയിട്ട് കയറ്റി ഒന്നും നോക്കിയില്ല.
അകത്തോട്ട് എടുത്തുകാൻ പറ്റാവുന്ന കേസ് കിട്ടുള്ളൂ. അടി തട്ടൂലായിരിക്കും ചിലപ്പോൾ, നോക്കാം. അതിനെ കൂടി അപ്പുറത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, മച്ചാമാരെ സക്സസ് ആയി. പോലീസുകാരെങ്ങനെ കണ്ട എപ്പോൾ പിടിച്ച് അകത്തിട്ടെന്ന് ചോദിച്ചാണ്. ജോലിയും ചെയ്യണം, നിയമവും പാലിക്കണം എന്ന് പറയുമ്പോഴേക്കും ഒരു പരിപാടി നടക്കണില്ല. അതാണ് കാര്യം. പലയിടത്തും ഒരു ബാരിക്കേഡ് വെച്ച് അടച്ചു വെച്ചിരിക്കണ കാരണേ ശരിക്കും ഈ വഴി വരാൻ പാടുള്ളൂ. എന്നിട്ട് അപ്പുറത്തെ വഴി നമ്മൾ നടന്നു പോകണം എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കയറ്റിന്ന് വണ്ടി. ഞാൻ വിൻ്റർ സമയത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം 3 മണി 4 മണി ആകുമ്പോൾ ഇരുട്ടാവില്ല. അത് കാരണം പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ആൾക്കാരൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാലോ ആൾക്കാരെ നോട്ടം കാണുമ്പോൾ. ആരുടെ ഇവിടെ വണ്ടി ഒട്ടിക്കൊണ്ട് നടക്കുന്ന സെറ്റപ്പിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. 17 അടുത്ത ബിൽഡിംഗ് ആണ്. നമ്മൾ 2-3 ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള അപ്പാർട്ട്മെന്റ് കേട്ടോ മച്ചന്മാരെ. എന്തായാലും പാഴ്സൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. 5:33 ആയി. നമുക്കിനിയും 53 ഡെലിവറി കൂടി എടുക്കാനുണ്ട്. നോക്കാം, എന്തായാലും പോയിട്ട് വരാം. നോക്കി മെയിൽ ബോക്സ് വെച്ച് നോക്കിയാൽ മച്ചാന്മാരെ നേരത്തെ വെച്ചേക്കുക. നമുക്കിവിടെ 35 2 ദിവസം മുമ്പ് ആ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി വന്നത്. ഒരു ഹിന്ദിക്കാരൻ്റെ വീടാണ്, ഇന്ത്യക്കാരനാണ് പുള്ളി. പേര് എനിക്കറിയാം, വീട്ടിലാളുടെ പേര് ഹരീഷ് ഗംഗാധരപ്പ. ആന്ധ്രക്കാരനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പേര് കേട്ടിട്ട്. നോക്കാം, എന്തായാലും നമ്മൾ പാഴ്സൽ കൊടുത്തിട്ട് വരാം. മച്ചന്മാരെ 5 മണിയായി. അപ്പോൾ നമുക്കിനി 48 സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്വീഡിഷ് കോളേജ് പോലത്തെ സ്ഥലത്താണ് വന്നേക്കണം കേട്ടോ. ഇവിടുന്ന് നമ്മളിത് ഈ വീട്ടിൽ ഡെലിവറി കൊടുത്തു. ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുന്ന് നമുക്കൊരു 1 കിലോമീറ്റർ ഉണ്ട് അടുത്ത ഡെലിവറി. നമുക്കിന്ന് 2 ഏരിയ ആയിട്ട് തന്നേക്കണം ഡെലിവറിക്ക്. ഈ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയ കൊടുത്ത് തീർത്തിട്ട് നമുക്ക് വേറൊരു ഏരിയയിലേക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്ത് തന്നെ പോകണം. ഒരു 10-15 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് പോകേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഓടിക്കാനായിട്ട്. എപ്പോഴാണ് കുട്ടികൾ വീടിൻ്റെ പുറത്തുനിന്ന് ചാടി വരുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു വഴിയുണ്ട്, അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ വണ്ടി വരും. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഡെലിവറിക്ക് ഇപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചധികം നാളായി ഇങ്ങോട്ടൊക്കെ ആ സ്ഥലത്തോട്ട് ആ വീടുകളിലോട്ടൊക്കെ ഡെലിവറിക്ക് വന്നിട്ട്. നമ്മുടെ കാറ് ഡീസൽ കാർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ഏരിയ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് കാർ ആയിരുന്നെങ്കിൽ നമുക്ക് സിറ്റി ഏരിയ തന്നെ ആയിരിക്കും കൂടുതൽ. പക്ഷെ അവിടെ വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 300 മീറ്റർ 100 മീറ്ററിൽ വീടുകൾ അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടും. അപ്പാർട്ട്മെൻറ്റുകളായിരിക്കും കൂടുതൽ. അവിടെ കൊണ്ട് പാഴ്സൽ കൊടുത്തിട്ട് വരിക, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കൽ ഭയങ്കര പാടാണ്. എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി റൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി ആയിരിക്കുന്നത്. പക്ഷേ വിൻ്ററിലൊന്നും ഇലക്ട്രിക് വണ്ടിയായിട്ട് ഒരു ലോങ് റൂട്ട് പോയി നമുക്ക് ട്രാവൽ ചെയ്തിട്ട് എല്ലാം പാഴ്സൽസ് എല്ലാം കൊടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയല്ല. പല കമ്പനിയുടെ കാറുകളും അല്ലെങ്കിൽ വാനുകളും, ഇപ്പോൾ ഈവൻ നമ്മുടെ കമ്പനിയുടെ വാൻ കൂടി ആയിക്കോട്ടെ, നമുക്കിതൊന്നും വിൻ്ററിൽ അവിടെ പോയി ഓടിയിട്ട് തീർത്ത് വരാൻ പറ്റത്തില്ല. പാക്കറ്റൊന്നും
ചാർജ് നിൽക്കത്തില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് അടുത്ത് ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. ഡെലിവറി നമുക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എന്തായാലും ആ സ്ഥലത്തോട്ട് പോയിട്ട് വരാം. അപ്പോൾ 7 മണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ബിഗിയുടെ പാഴ്സൽസ് ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു. ഒരു 17 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത് 40 പാക്കറ്റുകൾ കൊടുക്കാണ്ട്. ഇത് നോക്കി ഒരാൾ പോണത്. ഇത് ഇവിടുത്തെ ഒരു പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പാടാണ് ഇവരുടെ ഒക്കെ എള്ളപ്പഴി. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പാട്ട് ഒരു തട്ടല മുട്ടല പറ്റിക്കഴിഞ്ഞാൽ തീർന്നു പരിപാടി. നമ്മൾ ജോലിയും തീർന്നു. നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ. പക്ഷെ ഓടിക്കാൻ ഭയങ്കര പാടാണ്. വേറെ കണ്ട വളവിന് എപ്പോഴാണ് എന്തെങ്കിലും പറ്റുന്ന ഒരു പിടുത്തമില്ല.
ഈ ഡെലിവറി കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയുള്ളതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് മാപ്പ് നോക്കുമ്പോൾ കുറച്ച് അടുത്തടുത്താണ്. വലിയ ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് അടുത്തൊരു 1 hourൽ അത് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കുറച്ച് ഡെലിവറി എങ്കിലും ഒരു 10-12 കുറഞ്ഞത് കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം ഒരു ശ്മശാനമാണ് കേട്ടോ. സിമിത്തേരി നമുക്ക് കാണാം. കുതിരകളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഈ റോഡൊന്നും ഒരുപാടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പാർഷ്യൽ ഡെലിവറി ടൈമിലൊന്നും അങ്ങനെ ഒരുപാട് വന്നിട്ടില്ലാത്തൊരു റോഡാണ് കേട്ടോ. ലിൻഡോം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കറക്റ്റ് ഈ പ്ലേസിൻ്റെ പേരെന്നല്ല, ഇതൊരു ലിൻഡോം എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാലേ ഇന്നിപ്പോൾ നമുക്ക് ഒരു 2 ഏരിയ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നേച്ചത്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ തീർത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഡെലിവറിയുടെ അടുത്ത ഡെലിവറിക്കും ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വീട് പാഴ്സൽ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇപ്രാവശ്യം. നോക്കാം അടുത്ത ഡെലിവറികളൊക്കെ അടുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീട്ടിലൊക്കെ നമ്മൾ ഡെലിവറിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഒരു ലാസ്റ്റ് ഡെലിവറി ഇവിടെ കൊടുത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഡെലിവറി തീർത്ത് ഇവിടുന്നായിരുന്നു ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഒരു വീടല്ല, ശരിക്കും 2 പേര് അവിടെ താമസിക്കുന്നുണ്ട്, 2 ഫാമിലി താമസിക്കുന്നുണ്ട്. അഡ്രസ്സ് സെയിം തന്നെയാണ്. അത് നമുക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. അബദ്ധം പറ്റിയെന്നല്ല, അങ്ങനെയാണ് അവർ അഡ്രസ്സ് തന്നിരുന്നത്. പക്ഷേ ആൾ വേറെ ആയിരുന്നു. അതിൻ്റെ അത് വേറെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു, അവർക്കായിരുന്നു. നമ്മൾ ഏകദേശം എത്താറായി. ഒരു 300 മീറ്റർ കൂടിയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഡെലിവറി കൊടുക്കാനായിട്ട്. വീടുകളാണ് ഭാഗ്യത്തിന് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യം. ഇവിടുന്ന് നമുക്ക് റൈറ്റാണ്. നോക്കിയാൽ മച്ചാൻ ബോട്ടുകൾ ഇവിടുത്തെ ആൾക്കാരൊരു ക്രേസാണ് കേട്ടോ. ഇത് ബോട്ടുകളിൽ പോയിട്ട് ഇത് വലിച്ചിട്ട് പോകും ഒരു വണ്ടിയിൽ ഘടിപ്പിച്ചിട്ട്. നല്ലൊരു അടിപൊളി ഡിഫൻഡറാണെന്ന് തോന്നുന്നു കേട്ടോ കാണുന്നത്. അത് തന്നെ ഡിഫൻഡറാണ്. ഏതാണോ ഇത്? 3 ശരി മച്ചാൻ പറയാം. ഞാൻ നോക്കട്ടെ എന്തായാലും. അപ്പുറത്തെ വീടാണെന്ന് തോന്നണം. ഏകദേശം ബാക്ക് ഇറക്കിയിട്ട് ഇപ്പുറത്തോട്ട് ചേർത്തില്ല. ഇത് 5, 7 ഏതാണാവോ? ശരി മച്ചാൻ വരും, നോക്കട്ടെ എന്തായാലും. പിന്നേട്ടാ നമുക്ക് ഈ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് തന്നെ കുറേ നേരം കിട്ടിയിരിക്കണ കാരണം വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അപ്പുറം ഇപ്പുറമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാമായിരുന്നു. കുറേ നേരമായിട്ട്, കുറേ അധികം നേരമായിട്ട്. ഏകദേശം 17 പാക്കറ്റോളം നമ്മൾ അങ്ങനെ കൊടുത്തിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്ന് ഇപ്പോൾ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഒരു 10 പാക്കറ്റ് കൂടി കൊടുക്കാറുണ്ട്. 10 പാക്കറ്റില്ല, 10 സ്റ്റോപ്പ് കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ വീടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് തന്നെയാണ്.
പക്ഷേ അവരെ പോയി വൈൻഡ് അപ്പ് ചെയ്തിട്ടൊരു വീഡിയോ ഒരു എന്താ പറയണ ഒരു ക്ലിപ്പ് കൂടി ഇട്ട് ഞാൻ നിർത്താം എന്തായാലും. കാരണം ഇന്നത്തെ ഡെലിവറി സ്ഥലം കിട്ടിയേക്കാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഭയങ്കര ഇടങ്ങേറിയ സ്ഥലങ്ങളിലാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ട് ഞാനത് മൊത്തം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നാളെ നോക്കാം എന്തായാലും. പക്ഷേമാരെ അപ്പോൾ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ വെയർ ഹൗസിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരു 10 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങി വിഷമിച്ചു. അത് കാരണമാണ് ഇന്ന് ബാക്കി വീഡിയോസ് സ്കിപ്പ് ആക്കിയത്. ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇനിയും നല്ല സ്ഥലങ്ങൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.